ഈ ഒരു വേദഭാഗം നാം പലപ്പോഴും പ്രസംഗങ്ങളിൽ കേട്ടിരിക്കുന്നത് ഇസ്രായേലിനോടനുബന്ധിച്ചുള്ള രീതിയിലാണ് കേട്ടിരിക്കുന്നത്. ഇസ്രായേൽ രാജ്യം സ്ഥാപിതമായി, അത് പൊളിറ്റിക്കലി സ്റ്റേബിളായി, അതിനുശേഷം കർത്താവിൻ്റെ ആഗമനം. അങ്ങനെ എക്സ്ക്ലൂസീവായിട്ട് ഇസ്രായേലിന്റെ അഭിവൃദ്ധിയെക്കുറിച്ച് ഉള്ളൊരു സൂചനയായിട്ട് നമുക്ക് അവിടെ കാണുന്നില്ല. ഇസ്രായേലിന്റെ അഭിവൃദ്ധിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇസ്രായേൽ അഭിവൃദ്ധിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേൽ യഥാസ്ഥാനപ്പെടുമ്പോൾ, ഇസ്രായേൽ സ്ഥാപിക്കപ്പെടുമ്പോഴാണ് കർത്താവിന്റെ വരവെന്ന് ഒരു ഉദ്ദേശം നമ്മൾ കർത്താവ് പറഞ്ഞു വരുന്ന ആ ഭാഗങ്ങളിൽ കാണുന്നില്ല. അപ്പോൾ അതുമുതൽ ഒരു ജനറേഷൻ, ഒരു തലമുറ എത്രയുണ്ടെന്നുള്ള കാൽക്കുലേറ്റ് ചെയ്ത് 1998 അല്ലെങ്കിൽ 2000 ഒക്കെ കർത്താവ് വരുമെന്നൊക്കെ പറഞ്ഞ് ആളുകളൊക്കെ മറ്റുള്ളവരെ ബൂസ്റ്റപ്പ് ചെയ്യുകയും, അതുപോലെ ഒരു സൈൻ, ഒരു സിംബോളിക്കായിട്ടാണ് യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അത്തി തളിർക്കുമ്പോൾ വേനൽ അടുക്കുന്നു എന്ന് പറയുന്നത് പോലെ, അത്തിയുടെ തളിർപ്പ് കാണുമ്പോൾ വേനൽ അടുക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ന ലക്ഷണങ്ങൾ, കാലത്തിന്റെ ലക്ഷണങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗോസ്പൽ കമ്മ്യൂണിറ്റിയുടെ മിസ് കോട്ടഡ് വോഴ്സസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വേദഭാഗം മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 32-ാം വേദഭാഗമാണ്. അതിങ്ങനെയാണ് പോകുന്നത്: അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്ത് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ ഒരു വേദഭാഗം നാം പലപ്പോഴും പ്രസംഗങ്ങളിൽ കേട്ടിരിക്കുന്നത് ഇസ്രായേലിനോടനുബന്ധിച്ചുള്ള രീതിയിലാണ് കേട്ടിരിക്കുന്നത്. ഇസ്രായേൽ രാജ്യം സ്ഥാപിതമായി, അത് പൊളിറ്റിക്കലി സ്റ്റേബിളായി, അതിനുശേഷം കർത്താവിൻ്റെ ആഗമനം അടുത്തായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പ്രസംഗങ്ങളൊക്കെ നാം വളരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ശരിക്കും ഈ ഒരു വാക്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ് നാം ചിന്തിക്കുമ്പോൾ ശരിക്കും ഇത് തന്നെയാണോ ഇതിൻ്റെ അർത്ഥം? അതല്ലെന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും മീനിങ്ങുകൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ടോ? അതല്ല, ഈ ഒരു മിസ്ഇൻറ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ എന്തുകൊണ്ട് തെറ്റാകുന്നു എന്നുള്ള ചില കാര്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഇത് ഇസ്രായേലിനെ പറ്റി അല്ല പറയുന്നത്, എന്തുകൊണ്ട് ഇത് തെറ്റാകുന്നു എന്നുള്ള കാര്യമായിരിക്കും നാം ആദ്യം ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വാക്യം, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പ് ഇളതായി വേനൽ അടുക്കുമ്പോൾ ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു, അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതുക്ക തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ ഈ വാക്യം പലപ്പോഴും ഞാൻ ചെറിയ പ്രായം തൊട്ട് തന്നെ കേൾക്കുന്ന ഒരു വാക്യമാണ്. അതായത് ഇസ്രായേലിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇസ്രായേൽ അഭിവൃദ്ധിപ്പെടുമ്പോൾ അത് യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണമാണ് എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഇത് വായിക്കുമ്പോഴാണ് ഈ വാക്യം കാണുന്നത്. ഓക്കെ, അത്തിയെ നോക്കി ഒരു വേർഡ് ഇത് ഇങ്ങനെ പ്രസംഗിച്ച് കേട്ട വാക്യമാണല്ലോ. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് വാക്യങ്ങൾ ഓർമ്മ വരുന്നത്. നമ്മളൊരു വാക്യം വായിക്കുമ്പോൾ ഈ വാക്യത്തിൽ നമ്മളൊരു പ്രസംഗം കേട്ടിട്ടുണ്ട്. അത്തിയെ നോക്കി ഒരു എടുപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്. കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ എന്ന് പറയുന്നത് ഇസ്രായേൽ അഭിവൃദ്ധിപ്പെടുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അത് കർത്താവിന്റെ വരവ് തടസ്സമാണ്. അപ്പോൾ നമ്മുടെ കൂടുതൽ ശ്രദ്ധ പൊളിറ്റിക്കൽ ഇസ്രായേലിലേക്ക്, അല്ലെങ്കിൽ ഇസ്രായേൽ ആസ് എ നേഷനിലേക്ക് ഒക്കെ നമ്മുടെ ശ്രദ്ധ തിരിയും. ആ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇടയ്ക്കെപ്പോഴോ ഇത് മനസ്സിലാക്കാൻ കൂടുതൽ ശ്രമിച്ചപ്പോൾ നമ്മൾ ഇതിന്റെ മുകളിലോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ 3-ാമത്തെ വാക്യം മുതലാണ് സംസാരിച്ചു വരുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ എക്സ്ക്ലൂസീവായിട്ട് ഇസ്രായേലിന്റെ അഭിവൃദ്ധിയെക്കുറിച്ച് ഉള്ളൊരു സൂചനയായിട്ട് നമുക്ക് അവിടെ കാണുന്നില്ല. ഇസ്രായേലിന്റെ അഭിവൃദ്ധിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇസ്രായേൽ അഭിവൃദ്ധിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേൽ യഥാസ്ഥാനപ്പെടുമ്പോൾ, ഇസ്രായേൽ സ്ഥാപിക്കപ്പെടുമ്പോഴാണ് കർത്താവിന്റെ വരവെന്ന് ഒരു ഉദ്ദേശം നമ്മൾ കർത്താവ് പറഞ്ഞു വരുന്ന ആ ഭാഗങ്ങളിൽ കാണുന്നില്ല. എന്നാൽ ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേലിനെ അത്തി എന്ന് ഉദ്ദേശിച്ച് ഞാൻ 1-2 റെഫറൻസ് നോക്കിയപ്പോൾ ഹോശയ 9-ാം അധ്യായത്തിൽ, യെരമ്യ 24-ാം അധ്യായത്തിലൊക്കെ ഇസ്രായേലിനെ ഉദ്ദേശിച്ചുകൊണ്ട് അത്തിയെ സൂചിപ്പിച്ച് കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ മത്തായി സുവിശേഷത്തിൽ യേശുവിന്റെ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇവിടെ അത്തി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഇസ്രായേലിനെ ഉദ്ദേശിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. തീർച്ചയായിട്ടും ഈ വാക്യത്തിന് ആദ്യ ഭാഗത്തിൽ കാണുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ. ഈ ഒരു വേദഭാഗം വെച്ച് 1948 ഇസ്രായേൽ ഒരു രാജ്യമായി സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ അതുമുതൽ ഒരു ജനറേഷൻ, ഒരു തലമുറ എത്രയുണ്ടെന്നുള്ള കാൽക്കുലേറ്റ് ചെയ്ത് 1998 അല്ലെങ്കിൽ 2000 ഒക്കെ കർത്താവ് വരുമെന്നൊക്കെ പറഞ്ഞ് ആളുകളൊക്കെ മറ്റുള്ളവരെ ബൂസ്റ്റപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം കർത്താവിൻ്റെ നാളും നാഴികയും ഇതുവരെ ആയിട്ടില്ല, വന്നിട്ടില്ല. കർത്താവിൻ്റെ മടങ്ങിവരവ് സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ സവിസ്തരം ഉള്ളൊരു സത്യമാണ്.
സോ ആ ഒരു കാര്യം, ആ ഒരു സത്യം ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ ഒരു വേദഭാഗത്തിൽ നിന്ന് ശരിക്കുമുള്ള മീനിങ് എന്താണ്? നാം ആ ഒരു കോണ്ടെക്സ്റ്റ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു യേശു പറഞ്ഞതിനൊരു പർപ്പസ് ഉണ്ടാകും, അതിനൊരു ബാക്ക്ഗ്രൗണ്ടും കാണും. സോ എന്താണ് ശരിക്കും ഈ ഒരു വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ശിഷ്യന്മാരുടെ ഒരു ചോദ്യത്തിനാണ് യേശു മറുപടി നൽകുന്നത്. മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന് അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്നും അപേക്ഷിച്ചു. യേശുവിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമായിട്ടാണ് യേശു ഇവിടെ സംസാരിക്കുന്നത്. യേശു ഇവിടെ സംസാരിച്ചു വരുന്ന സമയത്ത് യേശു കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് യേശു പറയുന്ന ആദ്യത്തെ വാക്യങ്ങൾ അല്ലെങ്കിൽ 29 മുതലുള്ള വാക്യങ്ങൾ, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും എന്ന് തുടങ്ങി, മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും എന്നിങ്ങനെ 29 മുതൽ 31 വരെ പറയുന്ന കാര്യങ്ങൾ, 15 മുതൽ 21 വരെ പറയുന്ന കാര്യങ്ങൾ, അത് സംഭവിക്കുമ്പോഴാണ് അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇത് സംഭവിക്കുമ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്നു. ആദ്യം പറഞ്ഞ കാര്യം സംഭവിക്കുമ്പോൾ പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ അടയാളമാണ് എന്ന നിലയിലാണ് യേശു അത്തിയെ നോക്കി ഉപമ അടുപ്പീൻ, അത്തി തളർക്കുമ്പോൾ അത്തിയുടെ കൊമ്പ് ഇളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. ഇപ്പം അവർ കേൾക്കുന്ന ഓഡിയൻസ്, ഇപ്പൊ ഇന്ന് നമ്മുടെ ഇടയിൽ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നു അത്തിയെക്കുറിച്ച് പറയുമ്പോൾ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അവിടെ അവർ ഇസ്രായേൽ എല്ലാ സീസണിലും അല്ലെങ്കിൽ എല്ലാ വർഷവും സീസൺ ചേഞ്ചസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അവരോട് പറയുന്നത്. ആ ഓഡിയൻസിനോട് യേശു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, യേശുവിന്റെ ലിസണേഴ്സിനോട് യേശു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ കാണുന്ന നിങ്ങളുടെ സീസണൽ ആയിട്ടുള്ള ചേഞ്ചസ്, അത്തി തളിർക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് വേനൽ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു കേവലമായ ഒരു സാദൃശ്യമാണ്. ഞാനത് കുറച്ചുകൂടെ നമ്മുടെ മലയാള അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ ചിന്തിച്ചപ്പോൾ, ഈ കണിക്കൊന്ന പൂക്കുന്ന സമയത്ത് നമ്മൾ പറയും വിഷു ആവാറായി, അപ്പോഴേ നമ്മൾ വിഷു മേടമാസം ആവാറായോ എന്നുള്ള രീതിയിൽ ആളുകൾ ഇങ്ങനെ ചിന്തിക്കാനിടയാവുന്നത്. അപ്പോൾ അതുപോലെ ഒരു സൈൻ, ഒരു സിംബോളിക്കായിട്ടാണ് യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അത്തി തളിർക്കുമ്പോൾ വേനൽ അടുക്കുന്നു എന്ന് പറയുന്നത് പോലെ, അത്തിയുടെ തളിർപ്പ് കാണുമ്പോൾ വേനൽ അടുക്കുന്നു എന്ന് പറയുന്നത് പോലെ, ഇന്ന ലക്ഷണങ്ങൾ, കാലത്തിന്റെ ലക്ഷണങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഇന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഇതിന്റെ ഒരു അപകടം എന്ന് പറയുന്നത്, ഇപ്പോ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ആദ്യത്തെ ഭാഗത്തും 3 മുതലുള്ള വാക്യങ്ങൾ സംസാരിച്ച് വരുമ്പോഴും പറയുന്നുണ്ട്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ ലോകാവസാനത്തിനും കർത്താവിന്റെ വരവിനും മുമ്പ് സംഭവിക്കേണ്ട അല്ലെങ്കിൽ അത്തിയുടെ തളിർപ്പ് പോലെ ലക്ഷണങ്ങളായി കാണുന്ന ചില കാര്യങ്ങളാണ് കള്ളപ്രവാചകന്മാർ എഴുന്നേക്കുന്നത്. അപ്പോൾ അത്തി തളിർക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ അഭിവൃദ്ധി ആണെന്നുള്ളതിലേക്ക് നമ്മൾ ഊന്നൽ കൊടുത്ത് അല്ലെങ്കിൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് അതിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ നിർണായകമായ ചില അടയാളങ്ങൾ നമ്മൾ മിസ് ചെയ്തു പോവുകയാണ്. അപ്പോൾ ഇത് വിവേചിച്ചറിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണല്ലോ എന്നുള്ളത്. അപ്പൊ അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇസ്രായേലിന്റെ അഭിവൃദ്ധിയെ സംബന്ധിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല, ന്യൂസ് വായിച്ചാൽ മതി, ന്യൂസ് കണ്ടാൽ മതി, അല്ലെ അതിനെക്കുറിച്ച് പ്രസംഗിച്ചാൽ മതി. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കും ചില കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. നമ്മൾ വിശ്വാസത്യാഗം സംഭവിക്കാതെ സൂക്ഷിക്കണം, അങ്ങനെയുള്ള ആളുകളെ എക്സ്പോസ് ചെയ്യണം, അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കും കൂടെ റോളുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് അത്തി തളിർക്കുന്നു അല്ലെങ്കിൽ അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് അറിയുന്നത് പോലെ ഇന്നിന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്ന നിലയിൽ ഒരു റിലേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അവിടെ പൊളിറ്റിക്കൽ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ആസ് എ നേഷന്റെ അഭിവൃദ്ധിയെ കുറിച്ചോ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ചോ ആയിട്ട് അല്ല കർത്താവ് അവിടെ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു സാദൃശ്യം, അതൊരു അനാലജി എന്ന രീതിയിൽ വേണം നമ്മൾ അതിനെ ചിത്രീകരിക്കാൻ വേണ്ടി, അല്ല അതിനെ കാണാൻ വേണ്ടി. അതല്ലാതെ ഈ ഒരു പൊളിറ്റിക്കൽ സൈനിന് വേണ്ടി നാം കാത്തിരുന്നിട്ട് ശരിക്കും അതിന് മുമ്പേ പറഞ്ഞിട്ടുള്ള 3 വരെയുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ കാണുന്ന സ്നേഹം തണുത്തു പോകും, അവസാനത്തോളം സഹിച്ചിരിക്കുന്ന രക്ഷിക്കപ്പെടും, കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും വരും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ട് ഒരു സംഭവം സംഭവിച്ചു അല്ലെങ്കിൽ ഇസ്രായേലിന്റെ രാജ്യസ്ഥാപനം നടന്നു, അതുകൊണ്ട് കർത്താവ് മടങ്ങി വരും എന്നുള്ള ആ ഒരു തോട്ടിലേക്ക് പോയി. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫോൾസ് ഹോപ്പാണ് ശരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മനസ്സിലേക്ക്. ആ ഒരു അല്ലെങ്കിൽ ആ ഒരു മിസ് ഇൻ്റർപ്രിട്ടേഷൻ കാരണം ഉണ്ടാകുന്നത് ശരിക്കും കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങുന്നതിൽ നിന്ന് തന്നെ നമ്മളെ മാറ്റിക്കളയുന്ന ഒരു തോട്ട് പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ശരിക്കും ആ ഒരു കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫെയിൽഡ് പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ ഫെയിൽഡ് പ്രോഫസീസ് അതിനകത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്യാതെ ശരിക്കും അതിന് മുമ്പുള്ള കാര്യങ്ങൾ, ഈ വാർണിങ്സ് എല്ലാം നാം വളരെ കീനായിട്ട്
ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് വിവേചനപരത്തോടെ കൂടെ വേണം നാം ഇന്നത്തെ കാലത്തെ വിവേചിക്കുവാൻ വേണ്ടി. നാം കാലത്തെയും കാലഗതികളെയും അറിയുന്നവരാണ്. അതോടൊപ്പം തന്നെ അതിനെ വിവേചിച്ച് കർത്താവ് വരുന്നതിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായും ഇസ്രായേലിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്. ഇസ്രായേലിനെ കുറിച്ച് ദൈവത്തിന്റെ കാലാതീതമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ കാലത്തേക്കുള്ള ഇസ്രായേലിന്റെ ഭാവിയെക്കുറിച്ചൊക്കെ ഉള്ള ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടിയുണ്ട്. ഇസ്രായേലിന്റെ ആത്മീയ യഥാസ്ഥാനത്തിന് വേണ്ടിയുള്ള ദൈവിക പദ്ധതികളുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ഓരോ വാക്യങ്ങൾ കൊടുക്കാത്ത എംബസിസ്, കൊടുക്കാത്ത ഊന്നൽ നമ്മൾ ആ നിലയിൽ കൊടുക്കുമ്പോൾ നമ്മൾ അവഗണിച്ചു കളയുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമായി വരുന്ന ചില മുന്നറിയിപ്പുകൾ കൂടെയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന എല്ലാവരോടും ഈ ഭാഗത്തു നിന്ന് നമുക്ക് പ്രബോധിപ്പിക്കാനുള്ളത്, നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനുള്ളത്, മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ അനേകർ എഴുന്നേറ്റ് വരുന്ന, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് വരുന്നു. ഇതൊക്കെ അത്തിയുടെ തളിർപ്പ് പോലെ, ഒരു വൃക്ഷത്തിൻ്റെ തളിർപ്പ് പോലെ, ഒരു വേനലെടുത്തതിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ്. കാലലക്ഷണങ്ങളെ വിവേചിച്ചറിയേണ്ടതിൻ്റെ ആ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുപോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ നമ്മുടെ ശ്രദ്ധ വ്യതിചലിച്ച് ഇസ്രായേലിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിലയിലായി പോകുന്നതും നമ്മുടെ ഈ പ്രവചനത്തിൻ്റെ അല്ലെങ്കിൽ ഈ കർത്താവിൻ്റെ വാക്കുകളുടെ നിവൃത്തിയാണ്. കാരണം കർത്താവിൻ്റെ വരവ് അടുക്കും തോറും കർത്താവിങ്കിൽ നിന്ന് ശ്രദ്ധ തെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്കുകളിൽ നിന്ന് ശ്രദ്ധ തെറ്റിപ്പോകുന്ന ഒരു കാലം, ഒരു അവസ്ഥ സംജാതമാകുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ ഈ വാക്യത്തെയും അതിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവ് പറഞ്ഞു തുടങ്ങിയ വാക്കുകൾ മുതൽ കർത്താവിൻ്റെ ഓരോ വാക്കുകളെ ശ്രദ്ധിച്ച് കേട്ട് ആ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് ഈ വാക്യത്തെ മനസ്സിലാക്കുമ്പോൾ കേവലം ഇസ്രായേലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇസ്രായേലിന് ഊന്നൽ കൊടുത്തുകൊണ്ടോ അല്ല, പല ലക്ഷണങ്ങൾ കർത്താവ് പറഞ്ഞുകൊണ്ടാണ് അത് കർത്താവിൻ്റെ വരവിന് അടയാളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ മനസ്സിലാക്കുവാനും കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. മറ്റൊരു വാക്യം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.